ആഗോളതാപനവും ഹരിതഗൃഹ പ്രഭാവവും. ഭൂമിയുടെ പുതപ്പാണ് അന്തരീക്ഷം. കാരണം അന്തരീക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമി തീർച്ചയായും തണുത്തുറഞ്ഞ ഒരു ഗ്രഹമായി മാറിയേനെ. അന്തരീക്ഷത്തിൽ ഉള്ള ചില വാതകങ്ങൾ, പ്രത്യേകിച്ച് മീഥേൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് എന്നിവ ഈ ചൂട് പിടിപ്പിക്കലിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ ഇവയെ ഹരിതഗൃഹ വാതകങ്ങൾ എന്നാണ് അറിയപ്പെടുക. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പതിക്കുന്ന പ്രകാശം ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുന്നു. എന്നാൽ ഹരിതഗൃഹ വാതകങ്ങൾ ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുന്ന ഈ പ്രകാശ രശ്മികളെ വീണ്ടും തട്ടി ഭൂമിയിലേക്ക് തന്നെ വിടുന്നു. ഇങ്ങനെ നിരന്തരം പ്രതിഫലിപ്പിക്കപ്പെടുന്ന താപ ഊർജത്തിന്റെ ഫലമായി ഭൂമിയുടെ ചുറ്റുമുള്ള താപനില ക്രമാതീതമായി ഉയരുന്നു. ഇങ്ങനെ പ്രതിഫലനത്തിന്റെ ഫലമായി ഭൂമിയിലെ താപനില ഉയരുന്നതിനെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയപ്പെടുക. ഇത്തരത്തിലുള്ള ഹരിതഗൃഹ പ്രഭാവത്തിന് വളരെ അധികം കാരണങ്ങളുണ്ട്. ഫോസിൽ ഇന്ധനങ്ങൾ, അതായത് പെട്രോളും ഡീസലും ഒക്കെ കത്തിക്കുമ്പോൾ വ്യവസായ മാലിന്യങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ പുകയൊക്കെ ഉയരുമ്പോൾ തീർച്ചയായും അന്തരീക്ഷത്തിൽ ഈ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് വർദ്ധിക്കുകയാണ് ചെയ്യുക. ഭൂമിയിലുള്ള മരങ്ങളും മറ്റ് സസ്യങ്ങളും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ പ്രകാശ സംശ്ലേഷണത്തിനായി ഉപയോഗിക്കുമ്പോഴാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയുന്നത്. ഭൂമിയിൽ മരങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നാലോ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി കൂടുകയും ക്രമേണ അത് അന്തരീക്ഷ താപനത്തിന് ഇടയാക്കുകയും ചെയ്യും. അന്തരീക്ഷ താപനത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങൾ എന്താണ്? ധ്രുവപ്രദേശങ്ങളിലെ വലിയ മലകളിലെ ആയിരക്കണക്കിന് വർഷങ്ങളായി കാത്തു സൂക്ഷിച്ചിരുന്ന വലിയ മഞ്ഞുപാളികൾ ഉരുകി ജലം സമുദ്രത്തിൽ എത്തുന്നതിന് കാരണമാകും. വളരെ അധികം ജലം സമുദ്രത്തിൽ എത്തുമ്പോൾ തീർച്ചയായും സമുദ്രനിരപ്പ് ഉയരും. സമുദ്രനിരപ്പ് ഉയരുമ്പോൾ ഭൂമിയുടെ കുറെ ഭാഗങ്ങൾ എങ്കിലും വെള്ളത്തിന് അടിയിലേക്ക് പോകുന്നതിന് കാരണമാകും. നമുക്ക് വിചാരിക്കുവാൻ സാധിക്കാത്ത പ്രകൃതി ദുരന്തങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പോഴത്തെ കാലാവസ്ഥ ഒക്കെ മാറും. ഒത്തിരിയേറെ ജീവിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള കാലാവസ്ഥ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്.